പരീക്ഷിത്ത് രാജാവിനെ തക്ഷകൻ കടിച്ചു കൊന്ന ആ പഴയ കഥ ഉത്തങ്കൻ ജനമേജയനെ ഓർമ്മിപ്പിച്ചു. ഒരിക്കൽ പരീക്ഷിത്ത് രാജാവ് നായാട്ടിനായി കാട്ടിലേക്ക് പുറപ്പെട്ടു. കൊടുങ്കാട്ടിൽ മൃഗങ്ങളെ കൊന്നു നടന്ന ആ വില്ലാളി ലക്ഷണമൊത്ത ഒരു കലമാനിനെ കണ്ട് തൻ്റെ വില്ല് കുലച്ച് അതിനു നേരെ ശരമയച്ചു. ശരമേറ്റെങ്കിലും ആ കലമാൻ വീണില്ല. അത് പാഞ്ഞുപോയി. പുറകെ പരീക്ഷിത്തും. കുറേ ദൂരം മാനിനെ പിന്തുടർന്ന് പരീക്ഷിത്ത് ഓടിയെങ്കിലും അതിനെ കാണാൻ കഴിഞ്ഞില്ല. ക്ഷമ കെട്ട പരീക്ഷിത്ത് തളർച്ചയും ദാഹവും കൊണ്ട് വലഞ്ഞ് മാനിനെ തേടി നടക്കുമ്പോൾ ഒരു മുനി ധ്യാനത്തിലിരിക്കുന്നതായി കണ്ടു. ശമീകൻ എന്ന ഒരു മഹാമുനിയായിരുന്നു അത്. പരീക്ഷിത്ത് മുനിയോട് ഈ വഴി ഒരു മാൻ ഓടിപ്പോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. മൗനവ്രതത്തിലായിരുന്ന മുനി രാജാവിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല. താൻ രാജാവായ പരീക്ഷിത്താണെന്നും എന്താണ് താൻ ചോദിച്ചിട്ടും മറുപടിയൊന്നും നൽകാത്തതെന്നും പരീക്ഷിത്ത് വീണ്ടും ചോദിച്ചിട്ടും മുനിയിൽ നിന്നും ഒരു മറുപടിയും ഉണ്ടായില്ല. ഇതിൽ ക്ഷുഭിതനായ രാജാവ് ചുറ്റും നോക്കിയപ്പോൾ അവിടെ ഒരു പാമ്പ് ചത്തു കിടക്കുന്നതായി കണ്ടു. മുനിയോടുള്ള ദേഷ്യം തീർക്കാൻ അദ്ദേഹം തൻ്റെ വില്ലിൻ്റെ തലപ്പ് കൊണ്ട് ആ ചത്ത പാമ്പിനെ തൂക്കിയെടുത്ത് മുനിയുടെ കഴുത്തിലിട്ടു. എന്നിട്ടും മുനിയിൽ നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുഖത്ത് വെറുപ്പോ കോപമോ ഒന്നും കണ്ടില്ല. അത് കണ്ടപ്പോൾ രാജാവിനും തൻ്റെ പ്രവൃത്തി അവിവേകമായി പോയെന്ന് തോന്നിയെങ്കിലും അദ്ദേഹം തിരിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങി. ശമീക മുനിക്ക് ശൃംഗി എന്നൊരു മകനുണ്ട്. ഉഗ്ര തേജസ്വിയായ ഈ മുനികുമാരൻ ക്ഷിപ്രകോപി കൂടിയായിരുന്നു. പരീക്ഷിത്ത് രാജാവിൻ്റെ ഈ പ്രവൃത്തി കണ്ട മറ്റൊരു യുവാവ് ശൃംഗിയെ കണ്ടപ്പോൾ കളിയാക്കി ഇങ്ങനെ പറഞ്ഞു: തപസ്സും ആണത്വവും മിടുക്കുമുള്ളവനാണല്ലോ നീ. എന്നിട്ടും നിന്റെ മഹാതപസ്വിയായ അച്ഛൻ അവിടെ ഒരു ശവവും ചുമന്നുകൊണ്ടിരിക്കുന്നു. എന്ത്? ശൃംഗി ക്രുദ്ധനായി ചോദിച്ചു. എൻ്റെ അച്ഛൻ ശവം ചുമക്കുന്നുവെന്നോ? ആരിത് ചെയ്തു? കൂട്ടുകാരിൽ നിന്നും വിവരങ്ങളെല്ലാം അറിഞ്ഞ് ശൃംഗി ക്രോധത്താൽ കണ്ണു ചുവന്ന് അഗ്നി പോലെ ജ്വലിച്ചുകൊണ്ട് ഇങ്ങനെ ശാപവചനങ്ങൾ ചൊരിഞ്ഞു. വൃദ്ധനും തപസ്വിയുമായ എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ അണിയിച്ച ആ നീചനായ രാജാവ് 7 നാൾക്കകം തക്ഷകൻ കടിച്ചു മരിക്കട്ടെ എന്ന്. എന്നിട്ട് ശൃംഗി അച്ഛൻ്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു. സൗമ്യനും മഹാതപസ്വിയുമായ തൻ്റെ അച്ഛൻ പാമ്പിനെ അണിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട അവൻ സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. അച്ഛാ, ഈ ദുഷ്കൃത്യം ചെയ്ത ആ അധമൻ ഇന്നേക്ക് 7 നാൾക്കകം പാമ്പ് കടിയേറ്റ് മരിക്കും. എൻ്റെ ശാപം പാഴാകില്ല. ശമീകൻ ദുഃഖത്തോടെ മൗനം വെടിഞ്ഞു. ഉണ്ണി, നീ എന്താണ് ചെയ്തത്? ആ രാജാവ് ധർമ്മിഷ്ഠനും പ്രജാപാലകനുമാണ്. വിശപ്പും ക്ഷീണവും പൊറുക്കാഞ്ഞ് പെട്ടെന്നുണ്ടായ ക്ഷോഭത്താൽ ചെയ്ത തെറ്റിന് നീ ഇങ്ങനെ അദ്ദേഹത്തെ ശപിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ മൗനവ്രതത്തിലായിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. മകനെ, നീ ഉഗ്രവ്രതനും സത്യവാനുമാണെങ്കിലും ക്ഷമയും പരിശീലിക്കേണ്ടതുണ്ട്. അക്ഷമ ധർമ്മത്തെ കെടുത്തും. ക്ഷമയാണ് മഹത്തായ ഗുണം. നീ തപസ് ചെയ്ത് ക്ഷമ നേടുക. ശമീകൻ മകനെ ഉപദേശിച്ചു. ദയാലുവായ ശമീകമുനി രാജാവിൻ്റെ അടുക്കലേക്ക് ഒരു ശിഷ്യനെ അയച്ചു. രാജധാനിയിൽ ചെന്ന ശിഷ്യൻ പരീക്ഷിത്തിനെ ഈ ശാപവൃത്താന്തം അറിയിച്ചു. 7 നാൾക്കകം അങ്ങ് തക്ഷകൻ്റെ കടിയേറ്റ് മരിക്കും എന്നാണ് ശൃംഗിയുടെ ശാപം. ആ ശാപം വിഫലമാകാൻ വഴിയില്ല. അതിനാൽ അങ്ങ് വേണ്ടത് ചെയ്യുക. ഇത് പറഞ്ഞ ശിഷ്യൻ ആശ്രമത്തിലേക്ക് മടങ്ങി. പരീക്ഷിത്ത് മഹാദുഃഖത്തിലായി. മൗനവ്രതനിഷ്ഠനായ മുനിയെ താൻ നിന്ദിച്ചതോർത്തും അദ്ദേഹത്തിൻ്റെ കാരുണ്യമോർത്തും അദ്ദേഹം പരിതപിച്ചു. മരണഭയത്തേക്കാളേറെ പാപഭയമാണ് ആ ധർമ്മിഷ്ഠനായ രാജാവിനെ ദുഃഖിപ്പിച്ചത്. പരീക്ഷിത്ത് മന്ത്രിമാരുമായി കൂടിയാലോചിച്ച് ഈ ദുർവിധിയെ തടയാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. രാജാവ് ഉടൻ തന്നെ ഗംഗാതീരത്ത് ഒറ്റത്തൂണിന്മേൽ ഒരു മാളിക പണിയിച്ച് അതിൽ താമസമാക്കി. ചുറ്റും കിടങ്ങുകൾ തീർത്തു.
മരുന്നും മന്ത്രവും കൊണ്ട് സുരക്ഷയ്ക്കായി എല്ലാ ഏർപ്പാടുകളും ചെയ്തു. സൈനികർ രാപകൽ കണ്ണിമയ്ക്കാതെ കാവൽ നിന്നു. ആ മാളികയിൽ മന്ത്രങ്ങളും രക്ഷകളും സർപ്പം അടുക്കാത്ത മരുന്നുകളും കൊണ്ട് രക്ഷിക്കപ്പെടുന്ന ആ രാജാവ് രാജ്യകാര്യ വിചാരത്താലും ഈശ്വരചിന്തയിലും സമയം ചെലവഴിച്ചു. 6 നാൾ കഴിഞ്ഞു. 7-ാം നാൾ രാവിലെയാണ് കാശ്യപ മഹർഷി ഈ കാര്യം അറിഞ്ഞത്. ഉടൻ തന്നെ അദ്ദേഹം രാജാവിൻ്റെ അടുക്കലേക്ക് പുറപ്പെട്ടു. ഏത് ഉഗ്രവിഷവും ഇറക്കാൻ ശക്തിയുള്ള അദ്ദേഹം പരീക്ഷിത്തിനെ രക്ഷിക്കാൻ ഉറച്ച് വഴിയിലൂടെ പോകുമ്പോൾ ഒരു വൃദ്ധ ബ്രാഹ്മണൻ അദ്ദേഹത്തിന് മുന്നിൽ വന്ന് വണങ്ങി നിന്നു. എന്നിട്ട് ചോദിച്ചു, മഹർഷി, അങ്ങ് ഇത്ര തിടുക്കത്തിൽ എവിടേക്ക് പോകുന്നു? കാശ്യപൻ പറഞ്ഞു, കുരുവംശ രാജാവായ പരീക്ഷിത്തിനെ തക്ഷകൻ കടിക്കുമെന്ന് കേൾക്കുന്നു. പാണ്ഡവ കുലത്തിൽ ജനിച്ച ആ ധർമ്മിഷ്ഠനായ രാജാവിനെ വിഷഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ പോവുകയാണ് ഞാൻ. അങ്ങേക്ക് അതിന് കഴിയുമോ? ആ വൃദ്ധ ബ്രാഹ്മണൻ്റെ ശബ്ദം മാറി. ഹേ മഹർഷി, ഞാനാണ് ആ തക്ഷകൻ. ഞാൻ ഇന്ന് ആ രാജാവിനെ കൊത്തിയിരിക്കും. എൻ്റെ വിഷമിറക്കാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല. അങ്ങ് തിരികെ പോകുക. എനിക്കതിന് കഴിയും തക്ഷക. എൻ്റെ വിദ്യ അത്രയും ശക്തിയുള്ളതാണ്. എന്നാൽ അത് കാണട്ടെ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് തക്ഷകൻ പെട്ടെന്ന് ഉഗ്രരൂപം കൊണ്ട് സമീപത്ത് പൂത്ത് തളിർത്തു നിന്ന ഒരു ഭീമൻ ആൽമരത്തിൽ ആഞ്ഞുകുത്തി. ഇടിമിന്നലേറ്റ പോലെ ആ ആൽമരം വെന്ത് കറുത്തുപോയി. ഈ വൃക്ഷത്തെ ജീവിപ്പിക്കാൻ അങ്ങേക്ക് കഴിയുമോ? ചീറ്റിക്കൊണ്ട് തക്ഷകൻ ചോദിച്ചു. കാശ്യപൻ ഒന്ന് പുഞ്ചിരിച്ചു. പിന്നീട് തൻ്റെ കമണ്ഡലുവിലെ തീർത്ഥജലം ആ ചാമ്പലിൽ ഒഴിച്ച് മന്ത്രം ജപിച്ചു. പെട്ടെന്ന് ആ കരിഞ്ഞു വെണ്ണീറായ ആ ആൽമരത്തിൽ ഒരു മുള പൊട്ടി. 2 ഇല വിരിഞ്ഞു. ശാഖകൾ വളർന്നു. നിമിഷങ്ങൾ കൊണ്ട് ആ കൂറ്റൻ ആൽമരം അവിടെ തണൽ വിരിച്ചു നിന്നു. തക്ഷകൻ കുറച്ചൊന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മഹർഷി, അങ്ങ് മഹാസിദ്ധനാണെന്ന് സമ്മതിക്കുന്നു. എങ്കിലും പറയുകയാണ്, ആ രാജാവിന് ആയുസറ്റിരിക്കുന്നു. മുനിയുടെ ശാപം ഫലിക്കുകയും വേണം. അതിനാൽ അങ്ങ് ഈ പാഴ്വേലയ്ക്ക് പോകാതിരിക്കുക. ദുഷ്കീർത്തി ഉണ്ടാകും. ആ രാജാവ് അങ്ങേക്ക് എത്ര ധനം തരുമോ അതിലധികം ഞാൻ അങ്ങേക്ക് തരാം. ഇത് കേട്ട് കാശ്യപൻ ഒന്ന് ആലോചിച്ച് നിന്നു. രാജാവിന് ആയുസറ്റുവെന്ന് അദ്ദേഹം കണക്കുകൂട്ടി മനസ്സിലാക്കി. സംശയിച്ചു നിൽക്കുന്ന കാശ്യപന് തക്ഷകൻ അളവറ്റ ധനം നൽകി. അതെല്ലാം വാങ്ങി കാശ്യപൻ മടങ്ങിപ്പോയി. തക്ഷകൻ ഹസ്തിനപുരിയിലെത്തി അവിടുത്തെ സ്ഥിതിഗതികൾ വീക്ഷിച്ചു. അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. ഒരു തരത്തിലും പരീക്ഷത്തിന് സമീപം എത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ തക്ഷകൻ കൂടെയുള്ള ദിവ്യസർപ്പങ്ങളെ വിളിച്ചു. കൂട്ടരെ, നിങ്ങൾ ബ്രാഹ്മണ വേഷധാരികളായി അകത്ത് കടന്ന് രാജാവിന് ഈ ഫലങ്ങളും പുഷ്പങ്ങളും നൽകുക. സർപ്പങ്ങൾ അങ്ങനെ ചെയ്തു. നാമജപഘോഷത്തോടെ വന്നെത്തിയ കപടബ്രാഹ്മണരെ അദ്ദേഹം വന്ദിച്ചു. അവർ നൽകിയ ഉപഹാരങ്ങൾ സ്വീകരിച്ചു. ബ്രാഹ്മണരെ യാത്രയാക്കിയ ശേഷം രാജാവ് പറഞ്ഞു, ഇതാ സന്ധ്യയാകാറായി. സൂര്യൻ അസ്തമിക്കുന്നതോടെ എൻ്റെ ശാപഭയം തീരും. നമുക്ക് ഈ വിശിഷ്ട ഫലങ്ങൾ ഭക്ഷിച്ചിരിക്കാം. ഇങ്ങനെ പറഞ്ഞ് പഴങ്ങൾ മുറിച്ചു. രാജാവിന് കിട്ടിയ പഴത്തിനുള്ളിൽ ഒരു ചെറിയ കൃമിയെ കണ്ടു. കറുത്ത കണ്ണുള്ള തീരെ ചെറിയ ഒരു കൃമി. മരണകാലമെടുത്ത രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ സൂര്യൻ അസ്തമിക്കുന്നു. മഹർഷിയുടെ വാക്ക് പാഴ്വാക്കായി കൂടല്ലോ. ഈ ചെറു കൃമിക്ക് ഞാൻ തക്ഷകൻ എന്ന് പേരിടാം. ഇതെന്നെ കടിക്കുന്നെങ്കിൽ കടിക്കട്ടെ. പൊട്ടിച്ചിരിച്ചുകൊണ്ട് രാജാവ് ആ ചെറു കൃമിയെ കയ്യിലെടുത്ത് കഴുത്തിൽ വെച്ചു. ചുറ്റുമുള്ളവർ ആർത്ത് ചിരിച്ചു. രാജാവിൻ്റെ പൊട്ടിച്ചിരി പെട്ടെന്ന് നിന്നു. അതാ ആ ചെറു കൃമി കറുത്തിരണ്ട് പെരുകി വളർന്ന് പരീക്ഷിത്ത് രാജാവിനെ ആകെ ചുറ്റി വരിയുന്നു. അതിൻ്റെ ക്രൂര പണം വിരിച്ച് രാജശിരസിന് മുകളിൽ ഉയർന്ന് ചീറ്റിക്കൊണ്ട് വിഷജ്വാല ചീന്തിക്കൊണ്ട് കഴുത്തിൽ ആഞ്ഞാഞ്ഞു കൊത്തുന്നു. ഇടുത്തിയേറ്റ പോലെ രാജാവ് മരിച്ചു വീണു. ചുറ്റും കൂടി നിന്നവർ ആർത്തലച്ചു. ആ നിമിഷം തന്നെ തക്ഷകൻ രാജാവിൻ്റെ ദേഹത്തിൽ നിന്ന് വേർപെട്ട് മിന്നൽ പോലെ പാഞ്ഞു മറഞ്ഞു. ഏറെ ദുഃഖത്തോടെ പരീക്ഷത്തിൻ്റെ അന്ത്യകർമ്മങ്ങളെല്ലാം അവസാനിച്ചിട്ട് മന്ത്രിമാർ രാജകുമാരനായ ജനമേജയനെ പുരുവംശത്തിൻ്റെ അടുത്ത രാജാവായി
അഭിഷേകം ചെയ്തു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.